നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു മീൻ വറുത്തതിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു മീൻ ചോറുമാണ്. അപ്പോൾ ഈ മീൻ ചോറ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഒരു 9 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 9 ചുവന്നുള്ളി, നല്ലൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ മിക്സിയിൽ ഉണ്ടാക്കിയത് ഏകദേശം 1 കിലോ മുതൽ 1.25 കിലോ വരെയുള്ള മീൻ വറുക്കുന്നതിനുള്ള ഒരു മസാലയാണ്. നമ്മളിപ്പോൾ ഒരു 10 പീസ് ചെറിയ മീൻ കഷ്ണങ്ങൾ മാത്രമേ വറുക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ബാക്കി വരുന്ന മസാല ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്, പിന്നീട് എടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ മീൻ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിനകത്തേക്ക് എടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. മീനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടിനി നമുക്ക് ഒരു മീൻ ചോറ് ഉണ്ടാക്കാം. ഈ മീൻ വറുത്ത ഈ ചട്ടി തന്നെ ഇട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു മീൻ ചോറ് നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു മീൻ ചോറ് ഉണ്ടാക്കുന്നതിന് ആ മീൻ വറുത്ത അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ഫിഷ് ഫ്രൈ മസാല അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ നല്ല മാറിക്കിട്ടും. ഒരു 1.5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിക്കുമ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ച മണം മാറും. പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു നല്ലൊരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്ത് ഈ മസാലയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ചോറ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഇച്ചിരി കൂടി ഒന്ന് കൂട്ടി വെക്കുക. ഇച്ചിരി കൂടെ കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഈ ചോറൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതേപോട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം.
മുള്ളൊക്കെ കളയുക. ഇനി നമുക്ക് ഈ വറുത്ത മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം. ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കൈറ്റ് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു മീൻ ചോറ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ചോറ് തിന്നാൻ മടിയുള്ള പിള്ളേർക്ക് ഇതേ കൂട്ട് ഒരു മീൻ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവർ നന്നായിട്ട് ചോറൊക്കെ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഈ റെസിപ്പി ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.